ഇപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത് ഉണക്കമീൻ വെച്ച് നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഉണക്കയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഉപ്പൊക്കെ മാറുന്നതിന് നമുക്ക് വെള്ളം ഒഴിച്ച് വൃത്തിയായി കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഈ ഉണക്കയിൽ അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് വേർപ്പെടുത്തി മാംസവും മുള്ളും വേറെ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിച്ചി ഇതിൻ്റെ മാംസം വേറിട്ട് നമുക്ക് എടുക്കണം. അതിൻ്റെ നഖം ഇത്തിരി കുറവായതുകൊണ്ട് മുള്ളൊക്കെ നഖത്തിൻ്റെ ഇടയിൽ കയറുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ മാംസം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടായാലും എടുക്കട്ടെ. ഇതേ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 5-10 ചുവന്നുള്ളിയും 3-4 വെളുത്തുള്ളിയും നമുക്ക് ഇങ്ങനെ ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഉള്ളിയും നമുക്ക് നന്നായി നമ്മൾ ഉപ്പേരിക്കൊക്കെ താളിക്കുന്നത് പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഈ മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ ഈ കൃഷി ചെയ്ത് വെച്ചേക്കണം ഉണക്കമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയ ശേഷം നമുക്കൊന്ന് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ മീനൊന്ന് വെന്തെടുക്കണ്ടേ, നമ്മൾ ഉണക്കയിൽ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കുന്നത് പോലെയല്ലല്ലോ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് മൂടി വെച്ച് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ ചമ്മന്തി പൊടിക്കാനായിട്ട് നമ്മളിതുമാതിരി തേങ്ങ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്ന പോലെ നമുക്ക് നല്ലോണം ഒന്ന് ഈ തേങ്ങ ചേർത്തിട്ട് നല്ല മൊരിഞ്ഞ പോലെ നമുക്കൊന്ന് വരണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ചുവന്ന കളറായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഉണക്കമീൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസം വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വറുത്ത് എടുക്കുന്നതല്ലല്ലോ, നമ്മളിതിൽ ഒന്നിട്ട് തോരനാക്കി എടുക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് നല്ല ചുവന്ന കളറായിട്ട് നന്നായി മൊരിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം കേട്ടോ. നമുക്ക് ഉണക്കയില മാത്രമല്ല, ഇതിന് ഉണക്കസ്രാവ് അങ്ങനെ ഏത് മീൻ വേണം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉണക്കമീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുള്ള ചോറും നല്ലൊരു കട്ട തൈരും ഈ ഒരു തോരനും കൂട്ടിയിട്ട് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിലേക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും നമുക്ക് ആവശ്യമില്ല. ഉണക്കമീൻ ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ ഒരു തോരൻ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.